കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? അപ്പവും അമ്മുവും നല്ല കൂട്ടുകാരായിരുന്നു. ഒരു ഗ്രാമത്തിലാണ് അവർ താമസിച്ചിരുന്നത്. വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളായിരുന്നു അവർ. അന്ന് അപ്പുവിൻ്റെ വീട്ടിൽ ഒരു തരി ഭക്ഷണം പോലും ഇല്ലാത്ത ദിവസമായിരുന്നു. അപ്പുവിൻ്റെ അമ്മ വീട് മുഴുവൻ അരിച്ചു പെറുക്കി നോക്കി കുറച്ച് നാണയത്തുട്ടുകൾ ശേഖരിച്ചു. പാവം അപ്പു അന്ന് വൈകുന്നേരമായിട്ടും ഒന്നും കഴിച്ചിട്ടില്ല. അമ്മയ്ക്ക് സങ്കടം വന്നു. അപ്പു അപ്പു, മോനെ വിശക്കുന്നില്ലേ? അയ്യോ പാവം, വാ മോൻ കടയിൽ പോയി റൊട്ടിയും പാലും വാങ്ങി വരുവോ? അമ്മ നാണയത്തുട്ടുകൾ അപ്പുവിൻ്റെ കുഞ്ഞി കൈകളിൽ വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഓക്കെ അമ്മേ, ഞാൻ അമ്മൂനെയും കൂട്ടി പോയിക്കോട്ടെ. അങ്ങനെ അപ്പവും അമ്മുവും കൂടി കടയിൽ പോയി റൊട്ടിയും പാലും വാങ്ങി കളിച്ച് ചിരിച്ച് തിരിച്ചു വരുമ്പോൾ ദാ ഒരു മുത്തശ്ശി ഒരു മരത്തണലിൽ അവശയായിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഓടിച്ചെന്നു മുത്തശ്ശിയോട് ചോദിച്ചു, മുത്തശ്ശി, മുത്തശ്ശിക്ക് എന്തു പറ്റി? മുത്തശ്ശിക്ക് വയ്യേ? ഓ, തല കറങ്ങുന്നു കുട്ടിയെ, വിഷന്നിട്ട് വയ്യ. രണ്ടു ദിവസമായി എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് എനിക്ക് വയ്യ കുഞ്ഞെ. അപ്പുവിന് പാവം തോന്നി. അപ്പു താൻ വാങ്ങിയ റൊട്ടി എടുത്ത് മുത്തശ്ശിക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, മുത്തശ്ശി ഇത് കഴിച്ചോട്ടോ, മുഴുവൻ കഴിക്കണേ. മുത്തശ്ശി നന്ദിയോടെ ആ റൊട്ടി വാങ്ങി ആർത്തിയോടെ കഴിക്കാൻ തുടങ്ങി. അനാഥയായ ആ മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അത് കണ്ട് അപ്പുവിൻ്റെയും അമ്മുവിൻ്റെയും കണ്ണു നിറഞ്ഞു. അപ്പു മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് വീട്ടിലെത്തി അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു. അമ്മ പറഞ്ഞു, ഇനി എന്ത് ചെയ്യും അപ്പു? ഓ, അത് സാരില്ല, നമുക്കിന്ന് ഈ പാല് മാത്രം കുടിച്ച് വിശപ്പെടുക്കാട്ടോ. പെട്ടെന്ന് വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം. അപ്പു ഓടിച്ചെന്ന് വാതിൽ തുറന്നു. ദാ ഒരു വലിയ കുട്ട നിറയെ പലഹാരങ്ങളും സ്വർണ്ണ നാണയങ്ങളുമായി സുന്ദരിയായ ഒരു സ്ത്രീ നിൽക്കുന്നു. ഇതെടുത്തോളൂ, ഇത് അപ്പൂനുള്ളതാ. പെട്ടെന്ന് ആ സുന്ദരിക്ക് ചിറകുകൾ മുളച്ചു. സുന്ദരിയായ ഒരു മാലാഖയായി മാറി. ഇതെടുത്തോളൂ, ഇത് മുഴുവൻ നിനക്കുള്ളതാ. നീ വഴിയിൽ വെച്ച് സഹായിച്ച മുത്തശ്ശിയാണ് ഞാൻ. മാലാഖ മുത്തശ്ശിയായി. മുത്തശ്ശി വീണ്ടും മാലാഖയായി. അപ്പോ കണ്ണുമിഴിച്ചത് നോക്കി നിന്നു. അപ്പുവിന് സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് മാലാഖ അപ്രത്യക്ഷയായി. ഇതെല്ലാം കണ്ടു നിന്ന അമ്മ പറഞ്ഞു, അപ്പു, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്താൽ അതിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും കേട്ടോ. വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്തത് ഏറ്റവും വലിയ പുണ്യമാണ്. എൻ്റെ അപ്പു മിടുക്കനാണ് കേട്ടോ. കൂട്ടുകാരെ, നമ്മുടെ മുന്നിൽ വിശന്നിരിക്കുന്ന ഒരാളെപ്പോലും അവഗണിക്കരുത്. നമുക്കുള്ളത് അവരുമായി നാം പങ്കുവെക്കാൻ മടിക്കരുത് കേട്ടോ.